ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഉള്ളിവടയുടെ റെസിപ്പി നോക്കാം. ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നീളത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിലേക്ക് ആദ്യം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈ വെച്ച് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം ഒന്ന് ഇതുപോലെ ലെയേഴ്സാക്കി എടുക്കാം. ഇപ്പോൾ സവാളയെല്ലാം നന്നായി ലെയേഴ്സായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും അല്പം വേപ്പില കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലൊട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മസാലകളും സവാള എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് കുറച്ച് ഉള്ളി എടുത്ത ശേഷം നമ്മളിതൊന്ന് ബോൾസ് പോലെ ആക്കി ജസ്റ്റ് ഒന്ന് കൈവച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതുപോലെ ഓരോ ഉള്ളിവടയും നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത ശേഷം ഇതൊന്ന് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഓരോ ഉള്ളിവടയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെക്കാം. അപ്പോഴാണ് ഉള്ളിലെല്ലാം നന്നായി തന്നെ കുക്കായി വരുന്നത്. ഇല്ലെങ്കിൽ മുകൾ ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോയിട്ട് ഉൾഭാഗം അധികം കുക്കായി വരില്ല. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മൊരിയിച്ചെടുത്താൽ മതിയാവും. ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് ശേഷം ഇത് ഓയിലിൽ നിന്ന് മാറ്റാം. ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 സെക്കൻഡ് കൂടെ ഇതുപോലെ ഒന്ന് മൊരിയിച്ചെടുത്ത ശേഷം നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ഇനി ബാലൻസ് ഉള്ള ഉള്ളിവട കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. ഇപ്പോൾ എല്ലാ ഉള്ളിവടയും റെഡിയായ ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഉള്ളിവടയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒരു തവണയിലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്